Hello, my dear students. Welcome to the fifth session of Marketing Management. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു ഇമ്പോർട്ടൻസ് പല ലെവൽസിലായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു ദ സൊസൈറ്റി എന്താണെന്ന് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു കമ്പനീസ്. നമ്മൾ പറഞ്ഞു ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാമാണ് മാർക്കറ്റിംഗ് എന്ന് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് മാർക്കറ്റിംഗ് ഈസ് ദ ഐസ് ആൻഡ് ഇയേഴ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. കാരണം ഈ മാർക്കറ്റിങ്ങിൽ ഇപ്പം നമ്മളൊരു ബിസിനസ്സിൻ്റെ ഫാക്ടേഴ്സ് സിറ്റുവേഷൻ എടുക്കുമ്പോൾ അതിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ സിറ്റുവേഷൻസ് ഉണ്ട്. അത് പിന്നീട് ഒരു സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇൻറ്റേർണൽ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ് നമുക്ക് വീക്ക്നെസ്സസും സ്ട്രെങ്ത്തും ഫോം ചെയ്യുന്നത്. എക്സ്റ്റേർണൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെയാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇത് ശരിക്കും നമ്മുടെ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സുമായിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റാണ്. ഈ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? എക്കണോമിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടാവും, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാവും. ഈ ഫാക്ടേഴ്സൊക്കെ ആയിട്ട് വളരെ ക്ലോസ് കോണ്ടാക്റ്റിലാണ് മാർക്കറ്റിംഗ് വരുന്നത്. അപ്പം ഈ എക്സ്റ്റേർണൽ ആയിട്ടുള്ള ഈ ഫാക്ടേഴ്സ്, ഈ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് എന്ന് പറയാം. അപ്പോൾ ആ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ല. അത് ഫേവറബിൾ ആവുമ്പോൾ നമുക്ക് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും, അൺഫേവറബിൾ ആകുമ്പോൾ അത് നമുക്ക് ത്രെറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ വെദർ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ഓർ വെദർ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് ത്രെറ്റ്, അതിനെയൊക്കെ നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് മാർക്കറ്റിംഗ് വളരെയധികം സഹായിക്കുന്നു. അതാണ് ഇവിടെ പറഞ്ഞു വന്നത്. സോ മാർക്കറ്റിംഗ് ഈസ് ക്ലോസ് കോണ്ടാക്ട് വിത്ത് എക്കണോമിക്, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ടെക്നോളജിക്കൽ എൻവയോൺമെൻറ്റ് വിച്ച് ആർ എക്സ്റ്റേർണൽ ആൻഡ് വിച്ച് ഈസ് നോട്ട് അണ്ടർ അവർ കൺട്രോൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റിങ്ങിനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഐസ് ആൻഡ് ഇയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിൽ നമ്മളുടെ മാർക്കറ്റിങ് നമ്മുടെ ഐസ് ആൻഡ് ഇയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഹാർട്ട് ഓഫ് ദ ബിസിനസ് ആണെന്നും പറയാം. നമ്മളുടെ ലോങ് ടേമിൽ റവന്യൂ ഉണ്ടാക്കി തരുന്നതും ഓഫ്കോഴ്സ് നമ്മുടെ മാർക്കറ്റിംഗ് തന്നെയാണ്. സോ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് കമ്പനീസിന് എങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളാണ് ഉണ്ടാക്കി തരിക എന്നുള്ളത് നോക്കാം. ആദ്യം പറയുന്നത് ഹെൽപ്സ് ഇൻ ഇൻകം ജനറേഷൻ അല്ലേ. വൺ ടേം ഇൻകം അല്ല, ലോങ് ടേം ഇൻകം. ഓരോ സമയത്തും നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മുടെ ഈ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കിച്ചുകൊണ്ട് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് നീങ്ങി ലോങ് ടേമിൽ റവന്യൂ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഹെൽപ്പ് ഇൻ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് മീൻസ് ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഓരോ സിറ്റുവേഷനിൽ ഫേവറബിൾനെസ് അൺഫേവറബിൾനെസ് അനുസരിച്ച് അതിൻ്റെ ഇൻഫർമേഷൻസ് കൃത്യമായി തന്നുകൊണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻസ് ഉണ്ടാക്കാനായിട്ട് മാർക്കറ്റിംഗ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഹെൽപ്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. നമ്മളുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക. ഇതിനൊക്കെ നമ്മുടെ മാർക്കറ്റിംഗ് സഹായിക്കുകയാണ്. ശരിക്കും ആ ഡിസ്ട്രിബ്യൂഷൻ സുഗമമാവുമ്പോൾ അതിലൂടെ നമ്മളുടെ പ്രോഡക്റ്റിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ടൈം വാല്യൂ അല്ലേ, ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി അവിടെ സാധ്യമാവുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ആ ഡിസ്ട്രിബ്യൂഷനിൽ ഇത് രണ്ടും ഉൾപ്പെടുന്നുണ്ട്. ടൈം യൂട്ടിലിറ്റി ഉൾപ്പെടുന്നുണ്ട്, പ്ലേസ് യൂട്ടിലിറ്റി ഉൾപ്പെടുന്നുണ്ട്. കൃത്യസമയത്ത് പ്രോഡക്റ്റ് കിട്ടണം അല്ലേ, കൃത്യസ്ഥലത്ത് പ്രോഡക്റ്റ് കിട്ടണം. അപ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ചാനലിലൂടെയാണ് സാധ്യമാവുന്നത്. അപ്പോൾ അത് നമ്മുടെ മാർക്കറ്റിംഗ് ആണ് അതിന് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്യുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ഇൻഫർമേഷൻ, നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിനെ കുറിച്ച്, കസ്റ്റമേഴ്സിനെ കുറിച്ച്, അങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷൻസും അപ് ടു ഡേറ്റ് ആയിട്ട് നമ്മുടെ മാനേജ്മെൻറ്റിന് കൊടുക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ അതനുസരിച്ച് മാനേജ്മെൻറ്റ് എന്ത് ചെയ്യാം, നമ്മളുടെ മാർക്കറ്റിനെ കുറിച്ചുള്ള മുഴുവൻ ഉൾക്കാഴ്ചകളും അവർക്ക് കിട്ടും. പിന്നെ ഹെൽപ്പ് അഡാപ്റ്റ് ടു ചേഞ്ചിങ് എൻവയോൺമെൻറ്റ്. സപ്പോസ് ഇപ്പോൾ നമ്മളുടെ കസ്റ്റമേഴ്സിൻ്റെ ട്രെൻഡ് മാറി, ഇപ്പോൾ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറഞ്ഞു, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, ടെക്നോളജിക്കൽ. ഇപ്പോൾ ഇതിലൊക്കെ പലതും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ടെക്നോളജി മാറാം, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫാക്ടേഴ്സ് മാറാം, സോഷ്യൽ ഫാക്ടേഴ്സ് മാറാം, എക്കണോമിക്കൽ ഫാക്ടേഴ്സ് മാറാം അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് അനുസരിച്ച് നമ്മൾ എങ്ങനെ പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കണം, നമ്മൾ പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കണോ, ഇല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് യഥാസമയം തരുന്നത് മാർക്കറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ എത്ര വേണമെങ്കിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാനായിട്ട്, ഇപ്പം നമ്മൾ സാധാരണ ഒരു ചെറിയ സ്മോൾ ഇൻഡസ്ട്രി ആയിരുന്നു,
പിന്നെ അത് മീഡിയം ഇൻഡസ്ട്രി ആയി, ലാർജ് ഇൻഡസ്ട്രി ആയി, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആയി. അങ്ങനെ നാഷണൽ വൈഡ് ആയിട്ട് നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്തു, ഇൻ്റർനാഷണൽ ലെവലായിട്ട് പോയി, പിന്നെ അതിന് മുകളിൽ ഗ്ലോബലായിട്ട് പോയി. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് ഓരോ ലെവലിലേക്ക് നമ്മുടെ ബിസിനസ്സിനെ ഉയർത്താനായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിംഗ് ആണ് സഹായിക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മളുടെ ഈ പറയുന്ന ഹോണ്ട, സോണി, നെസ്ലെ, കൊക്കക്കോള അങ്ങനെയൊക്കെയുള്ള ഗ്ലോബൽ കൺട്രീസ് പല കൺട്രീസിലും ഇപ്പോൾ വ്യാപകമായിട്ട് ഇരിക്കുന്നത് മാർക്കറ്റിങ്ങിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. പിന്നെ ഈ രീതിയിൽ നമ്മളുടെ കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമ്മളുടെ കമ്പനിയുടെ ഗുഡ് വില്ല് കൂട്ടാനും മാർക്കറ്റിംഗ് ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് കമ്പനിക്ക് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്? ആദ്യം തന്നെ പറയുന്നത് പ്രൊവൈഡിങ് ക്വാളിറ്റി പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മൾ ഓരോ ഓർഗനൈസേഷനും നമ്മുടെ മാർക്കറ്റിൽ കസ്റ്റമേഴ്സിന് വേണ്ടി കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഇത് നിസ്സാര കാര്യമല്ല. കാരണം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചുമതലയാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് സമയമെടുത്ത് വളരെ കൃത്യമായിട്ടുള്ള പ്രൊഫഷണൽസ് ഇൻവോൾവ് ചെയ്ത് പല ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മുടെ കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമേഴ്സിന് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിന് അനുസൃതമായിട്ടുള്ള നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്നു. പിന്നെ അതുകൂടാതെയോ പ്രൊവൈഡ് വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ്. ഇപ്പോൾ നമ്മളുടെ ഈ പറയുന്ന മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ പ്രൊഡക്ഷനും കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടും അതുപോലെ ഡിസ്ട്രിബ്യൂഷനും കസ്റ്റമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഒരുപാട് വെറൈറ്റി ഗുഡ്സ് ആൻഡ് സർവീസസ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഓരോ സമയത്തും കസ്റ്റമേഴ്സിന് ഇന്ന നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിച്ചുകൊണ്ടാണ് ഓർഗനൈസേഷൻസ് മുന്നേറുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ITC, ഇന്ത്യൻ ടൊബാക്കോ കമ്പനി, ITC, പലപ്പോഴും നമ്മൾ പല അഡ്വർടൈസ്മെൻറ്റ്സിലൊക്കെ കാണാറുണ്ട്. അവർ വെറൈറ്റി ഓഫ് പ്രോഡക്റ്റ്സാണ് ഇപ്പം മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ. പണ്ട് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി നമ്മുടെ ഇന്ത്യയിൽ ഫോം ചെയ്തത് സിഗരറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അന്നൊക്കെ ഹുക്ക അതുപോലെ ബീഡിയൊക്കെയാണ് ആൾക്കാർ വലിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു സ്മോക്കിംഗ് ഹാബിറ്റിനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് സിഗരറ്റ്സ് ഉണ്ടാക്കാനാണ് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി വന്നത്. ഇന്നും അവർ സിഗരറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്തിട്ട് അവർ ഒരുപാട് പ്രോഡക്ട്സ്, നോട്ട്ബുക്സ്, കൺഫെക്ഷണറീസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഈ പറയുന്ന പോലെ സ്നാക്സ്, ജങ്ക് ഫുഡ്സ് എന്ന് പറഞ്ഞ ഒരുപാട് ഐറ്റംസ് അവർ ഇറക്കിയിട്ടുണ്ട്. ഇനിയൊക്കെ നിങ്ങൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ ITC എന്നുള്ളത് കാണുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ വെറൈറ്റി പ്രോഡക്ട്സ് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു? സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഒരുപാട് ഡൈവേർജൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഏതൊരു ഓർഗനൈസേഷനും അവർ കറക്റ്റായിട്ടുള്ള റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും എന്നാണ് പ്രൂവ് ചെയ്തേക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ ഓർഗനൈസേഷനും അവരുണ്ടാക്കിയിട്ടുള്ള വെറൈറ്റി പ്രോഡക്ട്സ്, അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, നോളേജൊക്കെ എല്ലാ മീഡിയാസിലേക്കൂടെ കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അവെയറാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറൈറ്റി പ്രോഡക്ട്സ്, ഇപ്പം എന്താണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് ആദ്യം ഉണ്ടാക്കി കസ്റ്റമേഴ്സിന് അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രോഡക്റ്റിന് തന്നെ പല വെറൈറ്റീസ് ഫോം ചെയ്യുക. ഇപ്പോൾ ലെയ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് അല്ലേ. പണ്ട് ഒരു ലെയ്സ് ഇറങ്ങിയ സമയത്ത് ഒരൊറ്റ ഫ്ലേവറിലാണ് ലെയ്സ് വന്നിരുന്നത്. പക്ഷേ പിന്നീടായപ്പോൾ അതിൻ്റെ പല ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വന്നു. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ വെറൈറ്റി ഓഫ് ലേസസ് ആണ് അവൈലബിൾ. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫ്ലേവറുള്ള ലേസ് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഓരോ പ്രോഡക്റ്റും ആ പ്രോഡക്റ്റിൻ്റെ വെറൈറ്റീസ് വന്നുകൊണ്ട് കൊടുത്തുകൊണ്ട് അത് പല സൈസിലും ഡിസൈൻസിലും കളേഴ്സിലും പ്രൈസിലൊക്കെ കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ, കൺസ്യൂമേഴ്സിൻ്റെ കൃത്യമായിട്ടുള്ള നീഡ്സ് ആൻഡ് വാണ്ട്സിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി നമ്മളുടെ എക്കോണമിയിൽ മാർക്കറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ്? ശരിക്കും നമ്മുടെ എക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക നേട്ടങ്ങൾക്ക്, സാമ്പത്തിക ഉയർച്ചയ്ക്ക് നമ്മുടെ മാർക്കറ്റിംഗ് ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസർച്ച്, ഇന്നൊവേഷൻ, ഇതൊക്കെയാണ് അതിനുവേണ്ടി സഹായിക്കുന്നത്. ഓക്കെ, എന്നും ഒരു പ്രോഡക്റ്റ് വെച്ച് നമുക്ക് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യാനോ കൂടുതൽ എക്കോണമി അതുകൊണ്ട് ഉണ്ടാക്കാനോ പറ്റില്ല.
ഓക്കെ. സോ എപ്പോഴും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. നമ്മുടെ ഓർഗനൈസേഷൻ്റെ കയ്യിൽ അതിനുള്ള പൊട്ടൻഷ്യൽസ്, പ്രത്യേകിച്ച് ആ പ്രോഡക്റ്റിൻ്റെ പൊട്ടൻഷ്യൽസ് പിന്നീടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. പ്രോഡക്റ്റ് പൊട്ടൻഷ്യൽസ് അതൊക്കെ ഉണ്ടാവണം. അതെന്താണെന്നുള്ളത് ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. വളരെ രസകരമാണ് നമുക്ക് മാർക്കറ്റിങ്ങിൻ്റെ ഓരോ കൺസെപ്റ്റ്സും മനസ്സിലാക്കി കഴിയുമ്പോൾ. ഓക്കെ. സോ നമ്മളുടെ മാർക്കറ്റിംഗ് എക്കണോമിയിൽ എങ്ങനെ ഇമ്പോർട്ടൻസ് വരുന്നു എന്ന് അറിയുന്നത്, ആദ്യം അതിൽ പറയുന്നത് സേവ് ദ എക്കോണമി ഫ്രം ഡിപ്രഷൻ. നമുക്കറിയാം ഇപ്പോൾ ഈ പറയുന്ന ഇൻഫ്ലേഷൻ, നമ്മളുടെ സാമ്പത്തിക മാന്ദ്യമൊക്കെ വരുന്ന സമയത്ത് അല്ലേ, മാർക്കറ്റിംഗ് എന്താ ചെയ്യുന്നതെന്ന് നോക്കൂ. അതായത് നമ്മളുടെ മാർക്കറ്റിംഗ് സ്വാഭാവികമായിട്ടും ഓരോ ഫേമിൻ്റെയും ഫുൾ കപ്പാസിറ്റിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന ഡിപ്രഷൻ അല്ലെങ്കിൽ മാന്ദ്യം വരുന്ന സമയത്ത് നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ വളരെ കുറവായിരിക്കും. ഓക്കെ. സോ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നു, ആ കൺസ്യൂമേഴ്സിൻ്റെ പർച്ചേസിങ് പവർ ലോ ആകുമ്പോൾ ആ ലോ പവറിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെയും സപ്പോർട്ട് ചെയ്ത് അതിനൊപ്പം തന്നെ പുതിയ പല മാർക്കറ്റ്സും കണ്ടക്ട് ചെയ്ത് അതിനുള്ള പ്രൊമോഷൻസ് എല്ലാം കണ്ടക്ട് ചെയ്ത് നമ്മുടെ എക്കോണമീനെ, പ്രത്യേകിച്ചും ആ ഒരു ഓർഗനൈസേഷൻ്റെ എക്കോണമീനെ സേവ് ചെയ്യുന്നു. പിന്നെ അതുപോലെ നാഷണൽ ഇൻകം ഇൻക്രീസ് ചെയ്യിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിങ്ങിലൂടെ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സോ ഈ ഓപ്പർച്യൂണിറ്റീസ് കൊണ്ട് ആൾക്കാരുടെ ഇൻകം കൂടുന്നു. ഇൻകം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഫെസിലിറ്റി, അത് ശരിക്കും ഈ പറയുന്ന മാർക്കറ്റിൻ്റെ എക്സ്പാൻഷന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷനും കൺസപ്ഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ. അത് സ്വാഭാവികമായിട്ടും അൾട്ടിമേറ്റ്ലി നാഷണൽ ഇൻകമിനെ കൂട്ടുന്നു. പിന്നെ എക്കണോമിക് ഗ്രോത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ മാർക്കറ്റിങ്ങിൽ നമുക്ക് വളരെ സ്കാഴ്സായിട്ട് എന്തെങ്കിലും റിസോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതിന് വളരെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്ത് അതിലൂടെ നമ്മൾ കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റേജ് വരുന്നില്ല. അപ്പം അത് എക്കണോമിക് ഗ്രോത്തിന് സഹായിക്കുന്നു. പിന്നെ പ്ലോയിങ് ബാക്ക് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ നമ്മൾ റിസോഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ തന്നെ അല്ലെ, മാർക്കറ്റിങ്ങിൽ നമ്മൾ ഒരുപാട് റിസോഴ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. റോ മെറ്റീരിയൽസ്, പ്രൊഡക്ഷന് വേണ്ടി തന്നെ എടുക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസ്, സെമി ഫിനിഷ് ഗുഡ്സ്, അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ, മാൻ പവർ റിസോഴ്സ് അല്ലേ, ഫിനാൻഷ്യൽ റിസോഴ്സ്, അങ്ങനെ ഒരുപാട് റിസോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഈ റിസോഴ്സുകൾ തന്നെ വീണ്ടും നമ്മളിപ്പം കൃഷി ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലേ, ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ഉഴുതിട്ട് നമ്മൾ കൃഷി ചെയ്തു, ആ കൃഷി കഴിഞ്ഞ് കൃഷിയെല്ലാം എടുത്തു കഴിയുമ്പോൾ വീണ്ടും ഉഴുത് അടുത്ത കൃഷി തുടങ്ങുന്ന പോലെ റിസോഴ്സുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നിട്ട് ആ റിസോഴ്സുകൾ തന്നെ വീണ്ടും ആ റിസോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ കണ്ടെത്തുക. അത് നമ്മുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ എക്കണോമീനെ മാർക്കറ്റിംഗ് ഒത്തിരിയധികം സഹായിക്കുന്നുണ്ട്. ഇനി പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ മാർക്കറ്റിംഗ് എങ്ങനെയാണ് സഹായിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോഴത്തെ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ടൈമിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചും വളരെ ട്രെമൻഡ്രസ് ആയിട്ടുള്ള ചേഞ്ചസ്, വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് മാർക്കറ്റിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. പല പുതിയ മാർക്കറ്റിംഗ് കൺസെപ്റ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ശരിക്കും പറയാം ഓർഗനൈസേഷനിൽ അത്രമാത്രം റെവല്യൂഷണറി ആയിട്ടുള്ള ചേഞ്ചസ് നമ്മുടെ മാർക്കറ്റിംഗ് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ മാർക്കറ്റിംഗ് ശരിക്കും ഒരുപാട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് കൊണ്ടുവരുന്നത്. അതിൽ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതാണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ സൊസൈറ്റി അത് ക്രിയേറ്റ് ചെയ്യുന്നത് വളരെ സ്പീഡായിട്ടാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സിന് ഒരുപാട് ലയബിലിറ്റീസ് ഇൻക്രീസ് ചെയ്ത് വരുന്നതായിട്ട് കാണാം ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ രീതിയിൽ നമ്മളുടെ മാർക്കറ്റിംഗ് നമ്മുടെ ഇന്ത്യൻ എക്കോണമിയിൽ എന്തൊക്കെ അച്ചീവ്മെൻറ്റ്സ് ആണ് വരുത്തുന്നതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, എക്കോണമി ഗ്രോത്ത് ബാലൻസ് ചെയ്തിട്ടുണ്ട്, പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, പ്രോഫിറ്റ് ഓരോ ഓർഗനൈസേഷൻസിനും ഇൻക്രീസ് ചെയ്യിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ അതെല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വെയർ ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. നല്ല പുതിയ മീഡിയാസിലൂടെ അഡ്വർടൈസ്മെൻറ്റ്സ്, സെയിൽസ് പ്രൊമോഷൻസ്, ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ നമ്മുടെ ഇവിടെയും വളരെ പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ബാങ്കിങ്, ഇൻഷുറൻസ് ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ പുതിയ തരത്തിലുള്ള പല ഫിനാൻസ് സെക്ടേഴ്സ് അതും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്.
സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് റൂറൽ ഏരിയാസ് അർബൻ ഏരിയാസിലുള്ളവരൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് കാണുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകളുടെ മാക്സിമം യൂട്ടിലൈസേഷൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മുടെ നാഷണൽ ഇൻകമും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ രീതിയിൽ നമ്മളുടെ മാർക്കറ്റിംഗ് ഇന്ത്യൻ എക്കോണമീനെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുണ്ട്. ഓക്കെ.